ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലേ 100 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട് മജ്ലിസിൽ. 100 ഒരു ഒന്നു ജന മജ്ലിസ് 100 റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. അധിക സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ പാട്ട് പാടും. വകാന അസ്ഹാബു യതനാശദൂന അശ്ശുറ, അവർ പാട്ട് പാടും. വയതദാകറു അശ്യാ അംറുൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് നേരത്തെ പറഞ്ഞില്ലേ ദിവസങ്ങൾ എന്താക്കും നിങ്ങൾക്ക് അറിയിച്ചത്. ജാഹിലിയ കാലത്ത് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം അവർ എന്താക്കും പരസ്പരം കൈമാറും, പരസ്പരം എന്താവും പറയും. ആ പറയുമ്പോൾ മുത്തുനബി മിണ്ടാതിരുന്നിട്ടുണ്ട്, എന്താക്കിയിട്ടില്ല, എതിർത്തിട്ടില്ല. ചിലപ്പോൾ അവരോട് കുടുംബാക്കും പുഞ്ചിരിക്കും. ഹബീബായ ആ വിഷയം പറയുമ്പോൾ അവരോട് കുടുംബാക്കും മുത്തുനബിയും പുഞ്ചിരിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറബികൾ സംസാരിച്ചതിൽ, അറബികൾ പാട്ട് പാടിയതിൽ ഏറ്റവും നല്ല പാട്ട് അത് ലബീദ് പാടിയ പാട്ടാണ്. നേരത്തെ പറഞ്ഞത് തന്നെ ഏത് അലാ കുല്ലി ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു, എല്ലാം ഉണ്ടാവും അലാക്കാവും അല്ലാഹു ഒഴികെ, അത് നല്ലൊരു പാട്ടാണ് എന്ന് മുത്തുനബി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അംർ ഇബ്നു ശരീദ് അയാളെ ബാപ്പയെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, ശരീദിന്റെ ഉപ്പ പറയുന്നു, കുന്തു റിദ്ഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ സഹയാത്രക്കാരനാണ്. റസൂലുള്ളാഹിനെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാനുണ്ടാകും. റസൂലുള്ള ഏത് യാത്രയിലും സാധാരണ ഞാനൊരു സഹയാത്രക്കാരനാണ്. റസൂലുള്ളാഹിന്റെ ഖാദിമായിട്ട് റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ആ യാത്രയിൽ ഞാൻ പോകാറുണ്ട്. പിന്നെ ഉമയ്യത്ത് ഒരുപാട് പദ്യം പാടിയ ആളാണ്. അയാളെ ബൈത്ത് 100ഓളം ബൈത്തുകൾ കവിതകൾ ഞാൻ റസൂലുള്ളാഹിക്ക് പാടിക്കൊടുത്തു. കുല്ലമാ അംശത്തു ബൈത്തൻ, ഓരോ കവിതകൾ ഓരോ ബൈത്തുകൾ പാടിക്കൊടുക്കുമ്പോൾ ഖാല ലിയൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി എന്നോട് പറയും, ഹി ഇനിയും പാട്, ഇനിയും പാട്. ഹത്ത അംശത്തു മിയത്ത, യാനി ബൈത്ത് 100ഓളം ബൈത്ത് പാടി. ആ പാടുന്നോളം മുത്തുനബി കേട്ടിരുന്നു. എന്നിട്ട് ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കാദ യുസ്ലിമു, അദ്ദേഹം മുസ്ലിമാകാൻ അടുത്തായിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമാകാൻ അദ്ദേഹത്തിന് മനസ്സ് ഉണ്ടായിരുന്നു, മുസ്ലിമാകാൻ വേണ്ടി അടുത്തായിരുന്നു. പക്ഷെ ആ സമയത്ത് അയാളെന്തായി മരിച്ചുപോയി. റസൂൽ ഉണ്ടാക്കിയിട്ടുള്ള പാട്ട് നല്ല നല്ല പാട്ടുകളെ എതിർത്തില്ല, പക്ഷെ മുത്തുനബി പാട്ട് പാടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ യല്ലഉ ലിഅസ്സാൻ ഇബ്നു സാബിത് മിംബറൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ റസൂലുള്ളാഹിനെ ധാരാളം മദ്ഹ് പാടിയ, റസൂലുള്ളാഹിനെ ധാരാളം പുകഴ്ത്തി പാടിയ ഒരു സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ആ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുക്ക് മദ്ഹ് പാടാൻ, റസൂലുള്ളാഹിനെ കുറിച്ച് പാടാൻ, ഇസ്ലാം ദീനിനെ കുറിച്ച് പാടാൻ വേണ്ടി പള്ളിയിൽ ഒരു മിമ്പർ, ഒരു സ്റ്റേജ് മുത്തുനബി വെച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ആ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു യഖൂമു അലൈഹി ഖായിമൻ, ആ മിമ്പറിന്റെ മേലെ, ആ സ്റ്റേജിന്റെ മേലെ നിൽക്കും. എന്നിട്ട് യുഫാഖിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറയും. മുത്തുനബിയെ കുറിച്ചിട്ടുള്ള മദ്ഹുകൾ ധാരാളം പറയും. അല്ലെങ്കിൽ ഔഖാല റാബിക്ക് ഒരു സംശയം, യുനാഫിഹു അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് പാടുന്ന ആളുകളുണ്ടല്ലോ മറുഭാഗത്ത്, റസൂലുള്ളാഹിനെ കുറിച്ച് വേണ്ടാത്ത പാടും, അവർക്കെതിരായിട്ടുണ്ടാവും ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പാടും. ആ പാടി ഹസ്സാൻ ഇബ്നു സാബിത്തിലേക്ക് മുത്തുനബി എന്താക്കിയിട്ടുണ്ട്, ഒരു മിമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വയഖൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട് എന്ന്, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്, റൂഹുൽ ഖുദ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ടിട്ട്, റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം, പാടാനുള്ള കഴിവ് കൊടുക്കണം. റസൂലുള്ളാഹിനെ മദ്ഹ് പറയുമ്പോഴെല്ലാം, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കുറിച്ച് മറ്റുള്ളവർ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരായിട്ട് മദ്ഹ് പാടുമ്പോഴെല്ലാം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്തിനെ റൂഹുൽ ഖുദ്സ് കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് ഹബീബായ മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിലെ ഇസ്മായിൽ മൂസ പാടാൻ പറ്റുകയില്ല, ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മുത്തുനബി ചില ആളുകളെ കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കുള്ള കവിത കേൾക്കാൻ മുത്തുനബിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
അല്ലാഹു ഞങ്ങളെ വക്കൽ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ارحم الراحماയ അല്ലാഹ് ഞങ്ങളെ വക്കൽ നീ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണം അല്ലാഹ്. ഇത് കാരണം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള സൗഭാഗ്യം തരണം റഹ്മാനെ. ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉച്ചരിച്ച് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം തരണം അല്ലാഹ്. റഹ്മതിക യാ അർഹമർ റഹീമീൻ.